പുലിവാൽ നട്ടാത്തൊല്ലുന്നേ മറുമരുന്ന് ഇവിടെല്ലാത്തിനും കപ്പേള മുക്ക് മറുപടി ഇവിടെല്ലാത്തിനും കപ്പേള മുക്ക്. എടാ കുഞ്ഞോനെ ഇപ്പൊ എങ്ങനെയുണ്ട്? പോത്തിന് കുഴപ്പമൊന്നുമില്ല. എടാ പോത്തിന്റെ കാര്യല്ല ചോദിച്ച പോത്തെ, പോത്തിനെ ചോദിച്ചോടിഞ്ഞ നിന്റെ കാലിന്റെ കാര്യ ചോദിച്ചത്. കാലായതുകൊണ്ട് നടക്കാൻ പറ്റില്ലെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോ നിന്റെ എന്നുള്ള നടത്തം കുറച്ചു ദിവസമായി മുടങ്ങി അല്ലേ? ഈ കുഞ്ഞുമോനെ തോൽപ്പിക്കാനാവില്ല കൊച്ചാപ്പി. ഞാൻ സാധാരണ ദിവസങ്ങളിൽ നടക്കാറുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓട്ടോ വിളിച്ചൊന്ന് റൗണ്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ പോലും എന്റെ ബോഡി ഇങ്ങനെ ഫിറ്റ്നസ് ആയിട്ടിരിക്കുന്നത്. എടാ കുഞ്ഞുമോനെ, നീ നിന്റെ അപാര ബുദ്ധിയും വെച്ചോണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ലോകത്തിലെ എത്രാമത്തെ അത്ഭുതമാണാവോ? കുഞ്ഞുമോനെ, താൻ കാശ്മീരിലും ലഡാക്കിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? യെസ്. സച്ച് ഷുവർ എനി ഡൗട്ട്? 3 മഞ്ഞ് വീഴ്ച. യെസ്. ഇതുവരെ രേഖപ്പെടുത്തിയാൽ ഏറ്റവും കൂടുതൽ തണുപ്പെന്ന് പത്രവാർത്ത. ഓക്കെ, എന്താ നിന്റെ അഭിപ്രായം? കേരളത്തിലെ മൂന്നാറും കാശ്മീരും തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കത്തില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാരണവന്മാർ പറഞ്ഞതുപോലെ കഠിനമായ തണുപ്പ് വരാൻ പോകുന്ന കാലത്തുള്ള കഠിനമായ ചൂടിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് എന്റെ ഒരു ഇത്. ബുദ്ധി കുറച്ച് കുറവാണെങ്കിലും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ കൃത്യമാ കുഞ്ഞുമോൻ. അവൻ പറഞ്ഞതിന്റെ അകത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാരണവന്മാരുടെ കണക്കുകളും പിഴയ്ക്കുന്ന കാലമാ ഇപ്പം. സ്ലാപ്പത്തിന് പ്ലാപ്പത്തിലും കിടക്കാം. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. മകരത്തിൽ മഴ പെയ്താൽ മലനാട് മുടിയും. ഇതൊക്കെ സ്വപ്നങ്ങളെ മാത്രം. അപ്പൊ ഞെട്ടില്ല വട്ടില്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കാതെ അവിടെ. പഴഞ്ചൊല്ലിൽ പതില്ല എന്ന് പറയുമെങ്കിലും എല്ലാം സഹിക്കുന്ന ഭൂമിക്കല്ലേ ഒരു പരിധി. 3 മഞ്ഞുമഴ. ഇവിടെ പലയിടത്തും വെള്ളം കിട്ടാക്കനി. മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന് എന്ന് പറയണത് പോലെയാ എല്ലാവരും പറയണതും പ്രവർത്തിക്കണതും പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാ. എന്നിട്ടോ രാജസ്ഥാൻ മരുഭൂമികളിൽ തോക്കും തോളിലേന്തി ഒരിക്കൽ ദാഹജലത്തിന് വേണ്ടി ഞാൻ അലഞ്ഞു തിരിഞ്ഞ നാളുകൾ ഓർമ്മ വരുന്നു. ഇവിടുത്തെ കഥകൾ കേൾക്കുമ്പോൾ അമ്മേ ഭാരതാംബേ. എടാ കുഞ്ഞോനെ, എടാ നമ്മള് കിണറ്റിന്നൊക്കെ കോരിയെടുക്കുന്ന വെള്ളത്തിനും 1 ലിറ്റർ പാലിനും വിലയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. 1 ലിറ്റർ പാലിന് 40 രൂപ. കൊള്ളാവുന്ന ഹോട്ടലിൽ നിന്നാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിന് 35 രൂപയായി. എന്റെ വീടിന്റെ അങ്ങോട്ടെല്ലാം കഴിഞ്ഞ ആഴ്ച മുതലേ ലോറിയെ വെള്ളം കൊണ്ടുവന്ന് തുടങ്ങി. പിന്നെ കിണറുകുത്തുകാരുടെ പരസ്യവും. ഈ വിതരണം ചെയ്യണ വെള്ളേ എവിടുന്നൊക്കെ എടുക്കണേന്ന് ആർക്കറിയാം? പുഴയെന്നും തോട്ടിന്നും ഒക്കെ നേരിട്ട് എടുക്കണമെന്നാ പറയണേ. ടിവിയിലൊക്കെ വാർത്ത വന്നില്ലേ? കൊടും വേനലിലും മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ചു പേരുണ്ട് നമ്മുടെ നാട്ടില്. അതാരാടാ ലാലപ്പ? കിണറുകുത്തുകാര്. അവരുടെ സീസണല്ലേ ഇത്? എടാ ലാലപ്പ, നീ കള്ളുകൂടി നിർത്തിയ പിന്നെ നിന്റെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ചെറിയ സൂചനകളൊക്കെ കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഈയിടെ ഞാൻ പത്രത്തിൽ വായിച്ചതാ, ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം കിണറുകളുള്ളത് നമ്മുടെ കേരളത്തിലാ. ഏതാണ്ട് 45 ലക്ഷത്തോളം കിണറുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നദികളും പുഴകളും ആവശ്യത്തിന്. കേരളത്തെ ഏതാണ്ട് മൊത്തത്തിൽ 3 മീറ്ററോളം പൊക്കത്തിൽ മൂടാനുള്ള മഴയും ലഭിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ കാര്യം? 48 മണിക്കൂറിനകം ഈ വെള്ളമെല്ലാം കൂടി ഒഴുകി അറബിക്കടലിൽ അങ്ങോട്ട് ചെന്ന് ചേരും. അതുകൊണ്ടാണ് കേരളത്തിന് ഗുണം കിട്ടാൻ പോകുന്നത്. അതിബുദ്ധിശാലികളായി എന്റെ പൂർവികർ. പൂർവികരോ? എന്റെ അപ്പനും വല്യപ്പനും അവര് പണ്ട് തെങ്ങിന്റെ തടം വളരെ വിസ്തൃതമായി എടുക്കുന്നതും പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ വലിയ കുഴികൾ കുത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അവര് പറയുമായിരുന്നു, വെള്ളം കുത്തിയൊലിച്ചു പോകാതെ ഭൂമിയിൽ തന്നെ താഴുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രക്രിയ. വനനശീകരണവും അമിതമായ മണലുവാരലുമാ ഈ ജലക്ഷാമത്തിന് പ്രധാന കാരണമെന്ന് അറിയാവുന്നവർ പറയുന്നത്. മണലുവാരല് മൂലമേ ഈ മഴവെള്ളം വളരെ വേഗം ഒലിച്ചു എന്ന് കടലിൽ ചെന്ന് ഏറുന്നെന്നാ അവരുടെ അഭിപ്രായം. പണ്ടൊക്കെ പറമ്പിലെ കയ്യാലകൾ വെച്ച് അതിൽ പശുവിനുള്ള പുല്ലൊക്കെ നട്ടുപിടിപ്പിക്കില്ലായിരുന്നു. അപ്പം മണ്ണൊലിപ്പും തടയാൻ പറ്റും, ഭൂമിയിൽ വെള്ളം താഴും. പുരാണ ഗ്രന്ഥങ്ങളിലും ജലസംരക്ഷണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ. കാലം കഴിഞ്ഞിട്ട് ശീലം നന്നായിട്ട് വല്ല കാര്യമുണ്ടോ വറുതിയേട്ടാ? ഈ പ്രകൃതിനാശവും ജലക്ഷാമവും എല്ലാം സർവനാശത്തിന്റെ മുന്നോടിയാണ്. കണ്ടാൽ അറിയാത്തവും കൊണ്ടാൽ അറിയുമെന്ന് പറയുന്നതൊക്കെ വെറുതെയാണെന്നാ തോന്നുന്നത്. ഇത് കണ്ടിട്ടും കൊണ്ടിട്ടും ഒന്നും പഠിക്കുന്നില്ലല്ലോ.
വെള്ളത്തിന് വേണ്ടിയുള്ള കലഹമായി ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്നതെന്ന ആരോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനിടവരുത്താതിരിക്കാനുള്ള വിവേകമാ മനുഷ്യൻ ഇനി കാണിക്കേണ്ടത്.